ഹലോ. സുരേഷ് രാജകുമാരി സംവിധാനം ചെയ്ത സിറായ്. വിക്രം പ്രഭുവിനൊപ്പം മലയാളികളായ അൻഷിമയും രമ്യ സുരേഷും പിന്നെ അക്ഷയ് കുമാർ എന്നൊരു പയ്യനുമാണ് പ്രധാന വേഷത്തിൽ. പുള്ളിയുടെ ആദ്യ സിനിമയാണിത്. ഇതൊരു അനാലിസിസ് വീഡിയോ ആണ്, സ്പോയിലേഴ്സ് ഉണ്ടാകും. വിക്രം പ്രഭുവിൻ്റെ കതിരവൻ അല്ലെങ്കിൽ കതിർ റിസർവ് ക്യാമ്പിലെ ഒരു പോലീസുകാരനാണ്. തടവ് പുള്ളികൾക്ക് എസ്കോട്ട് പോകുന്ന ഡ്യൂട്ടിയാണ് പുള്ളിക്ക്. കതിറിൻ്റെ ഭാര്യയും പോലീസുകാരിയാണ്. പോലീസ് സ്റ്റോറി ആണെങ്കിലും ഇതൊരു ഇമോഷണൽ ത്രില്ലറാണ്. തൻ്റെ പരിമിതമായ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക എന്നൊരു മനോഭാവമാണ് കതിറിന്. എനിക്കിതൊരു മനുഷ്യപ്പറ്റുള്ള സിനിമയായിട്ടാണ് തോന്നിയത്. നിയമവും വകുപ്പും നോക്കുമ്പോൾ തന്നെ കതിർ മനുഷ്യത്വപരമായ വിട്ടുവീഴ്ചകളും ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് കതിറിനെ ഏടാകൂടങ്ങളിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നുമുണ്ട്. എസ്കോട്ട് പോയ പ്രതി ചാടിപ്പോകാൻ പോയപ്പോൾ ഗത്യന്തരമില്ലാതെ വെടിവെക്കേണ്ടി വന്നു കതിറിന്. പ്രതി മരിക്കുകയും ചെയ്തു. അതിൻ്റെ അന്വേഷണം നേരിടുന്നതിനിടയിൽ കതിർ മറ്റൊരു പോലീസുകാരനെ സഹായിക്കാൻ മുതിരുന്നു. ആ പോലീസുകാരൻ്റെ എസ്കോട്ട് അയാൾ ചോദിച്ചു വാങ്ങുകയാണ്. ഇത് അയാളെ ഇയാൾ അതിലും വലിയ പ്രശ്നങ്ങളിലേക്കാണ് കൊണ്ടുവന്നെത്തിക്കുന്നത്. ആ ലോങ് എസ്കോട്ടിനിടയിൽ കതിറിൻ്റെ സഹായികൾ മദ്യപിക്കുന്ന കാര്യം പറയുമ്പോഴും കതിർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നുണ്ട്. അവർ യൂണിഫോം മാറ്റി സിവിൽ ഡ്രസ്സിൽ മദ്യപിച്ചോളാമെന്ന് പറയുമ്പോൾ കതിർ അത് അനുവദിച്ചു കൊടുക്കുന്നു. ഒരു സാധാരണ മനുഷ്യരുടെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ തന്നെയാണ് നമ്മൾ ഈ സിനിമയിലുടനീളം കാണുന്നത്. കതിറിൻ്റെ സഹായികളിൽ ഒരാളായ പാണ്ഡി എന്ന പോലീസുകാരൻ മദ്യപിച്ച് റോഡിൽ നിന്ന് മൂത്രമൊഴിക്കുകയും അവിടെ നിന്ന് മറ്റു ചെറുപ്പക്കാരുമായി വഴക്കുകൂടുകയും ചെയ്യുന്നുണ്ട്. മറ്റേയാൾ ഇത് കണ്ട പാണ്ഡ്യയെ സഹായിക്കാൻ കൂടെയുള്ള പ്രതിയെ പോലും മറന്ന് അങ്ങോട്ടേക്ക് ഓടുന്നു. ടോയ്ലറ്റിൽ നിന്ന് വന്ന കതിർ കാണുന്നത് സർവീസ് തോക്കുമായി കടന്നു കളഞ്ഞ പ്രതിയെയാണ്. പ്രതിയായ അബ്ദുളും ഒരു സാധാരണ പയ്യനാണ്. കുറെ ഓടിയപ്പോഴാണ് ഈ തോക്കും കയ്യിൽ വെച്ച് അബ്ദുൾ എന്ന പേരുമായി തന്നെ ആരെങ്കിലും പിടികൂടിയാൽ തൻ്റെ ജീവിതം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന ബോധോദയം അവനുണ്ടാകുന്നത്. അവൻ അടുത്ത് കണ്ട ഒരു സ്റ്റേഷനിൽ കയറി സറണ്ടർ ആവുന്നു. സർവീസ് തോക്ക് നഷ്ടപ്പെട്ട കാര്യം റിപ്പോർട്ട് ചെയ്യാൻ സ്റ്റേഷനിലെത്തിയ കതിരും കൂട്ടരും അബ്ദുളിനെ കണ്ട് അന്തം വിടുന്നു. ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ കതിറിൻ്റെ സഹായികൾ അവിടുത്തെ SIയുടെ കാൽക്കൽ വീഴുന്നു. അദ്ദേഹവും അവരോട് ക്ഷമിക്കാൻ തയ്യാറാവുകയാണ്. പക്ഷെ പ്രതിയുടെ കയ്യിലുള്ള തോക്ക് ബുള്ളറ്റ് നിറച്ചതാണെന്ന് അറിയുമ്പോൾ വികാര വിക്ഷോഭത്തോടെ ഒന്നും മിണ്ടാതെ അദ്ദേഹം കുറേ നേരം തരിച്ചിരിക്കുന്നുണ്ട്. സിനിമയിലെ മനോഹരമായ ഒരു സീനാണിത്. കുറച്ചു നേരം ആലോചിച്ച് അദ്ദേഹം അവരോട് പ്രതിയുമായി പോയിക്കൊള്ളാൻ പറയുന്നു. ആ രാത്രി ഇരുട്ട് നിറഞ്ഞ വഴിയിലൂടെ അവർ പ്രതിയുമായി നടക്കുകയാണ്. എത്ര അപകടകരമാണ് പോലീസുകാരുടെ ജോലി. കിലോമീറ്ററുകളോളം ഒരു പ്രതിയുമായി ബസ്സിലും മറ്റും യാത്ര ചെയ്ത് ലക്ഷ്യത്തിലെത്തുക, അതും തോക്കുമായി. ആ SI അപ്പോഴും അവരുടെ സഹായത്തിനെത്തുന്നുണ്ട്. അദ്ദേഹം ജീപ്പുമായി വന്ന് അവരെയും കയറ്റി സുരക്ഷിതമായി ബസ് സ്റ്റാൻഡിലെത്തിച്ച് അവരെ ബസ് കയറ്റി വിടുന്നു. മനുഷ്യർ പരസ്പരം കാണിക്കുന്ന ഒരു കരുതൽ, അത് നമുക്ക് ഈ സിനിമയിൽ കാണാം. പ്രതിയായ അബ്ദുൾ അബദ്ധവശാൽ കൊലയാളിയായതാണ്. സത്യത്തിൽ അവൻ ഒരു പാവമാണ്. അയാളുടെ ഹിന്ദുമത വിശ്വാസത്തിൽപ്പെട്ട കാമുകിയുടെ അച്ഛനെയാണ് അവൻ കൊല്ലേണ്ടി വരുന്നത്. കലയുടെ ചേച്ചിയുടെ മദ്യപാനിയും ക്രൂരനുമായ ഭർത്താവ് അവളെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ അവൻ ഇടപെട്ടു. അയാൾ അടിച്ച് അവൻ്റെ തല പൊട്ടി. അമ്മ അത് ചോദിക്കാൻ അവരുടെ വീട്ടിലേക്ക് അവനെയും വിളിച്ച് ദേഷ്യപ്പെട്ടു പോകാൻ ഒരുങ്ങുമ്പോൾ അവൻ അമ്മയെ തടയുന്നുണ്ട്. വേണ്ട, വഴക്കിനൊന്നും പോകണ്ട, അവർ അക്രമികളാണ് എന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷേ അമ്മ അതൊന്നും ചെവികൊള്ളാതെ അവിടെ ചെന്ന് അവരെ വെല്ലുവിളിക്കുകയും വഴക്കുണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് അമ്മയുടെ ഒരു ബുദ്ധിശൂന്യമായ നടപടിയായിട്ടാണ് തോന്നിയത്. പോത്തിനോട് വേദമോതുന്നത് പോലെ ഇങ്ങനെയുള്ളവരുമായി എന്തിനു വഴക്കിന് ചെന്നു എന്ന് തോന്നി. അവളുടെ അച്ഛൻ ആക്രമിക്കാൻ വന്നപ്പോഴും അമ്മ അയാളെ തിരിച്ചാക്രമിക്കാൻ ശ്രമിക്കുകയും അയാളുടെ ദേഷ്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അമ്മ നല്ല രീതിയിൽ സമാധാനപരമായി പെരുമാറിയിരുന്നെങ്കിൽ എന്ന് തോന്നി. അമ്മയുടെ എടുത്തുചാട്ടം മകനെ കൊലയാളിയാക്കി, അവരുടെ അന്ത്യത്തിനും കാരണമായി. രമ്യ സുരേഷാണ് അമ്മയെ അവതരിപ്പിച്ചത്. ഭംഗിയായി തന്നെ രമ്യ തൻ്റെ റോൾ ചെയ്തിട്ടുണ്ട്. അബ്ദുളും കലയുമായിട്ടുള്ള ബോണ്ടിങ്ങും അവരുടെ പ്രണയവും മനസ്സിൽ തട്ടുന്നതാണ്. അക്ഷയ് കുമാറിൻ്റെയും അൻഷിമയുടെയും പ്രകടനങ്ങളും എടുത്തു പറയേണ്ടതാണ്. മനുഷ്യർക്ക് പരസ്പരമുള്ള കരുതലും സ്നേഹവും ഒക്കെ നമുക്ക് ഈ സിനിമയിൽ കാണാം. അടുത്തു കണ്ട സിനിമകളിൽ ഇമോഷണലി വല്ലാതെ പിടിച്ചിരുത്തിയ സിനിമയാണ് സിറായ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബായ്.